സംസ്ഥാനത്താകെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാമ്പിന്റെ ശല്യം വളരെ ഗുരുതരമായി വന്നിരിക്കുന്നു. പാമ്പിന്റെ ശല്യം ഇന്ന് പത്രങ്ങളിലെ ഒക്കെ തന്നെ നോക്കിയാൽ അതിന്റെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ പത്രങ്ങളിലും വായിച്ചിട്ടുള്ളതാണ്. എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ഭയങ്കര രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഈ സൂര്യാഘാതത്തിന്റെ പ്രശ്നമുണ്ട്, പിന്നെ 2 ജീവനെടുത്താണ് പാമ്പ് കടിയേറ്റ് 2 മരിച്ചതിന്റെ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ട്. ഇത്രയും 100-101 കോർപ്പറേഷനുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാമ്പിന്റെ ശല്യം ഇത്രയും ഗൗരവമായിട്ട് വന്നപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതിയാണെങ്കിൽ അടിയന്തരമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും പ്രത്യേക ഒരു കൗൺസിൽ യോഗവും ചേർന്ന് നമുക്കിതിൽ എന്താ കൂട്ടായി ആലോചിച്ചുകൊണ്ട് എന്താ ഇതിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനം നടത്താൻ സംബന്ധിച്ച് ആലോചിക്കുന്നത്. ഈ നിമിഷം വരാൻ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്. മുൻകൂറായി ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി തുടരുന്നുണ്ട്. ഈ ഏതൊക്കെ പ്രദേശത്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, പാമ്പിന്റെ ശല്യം ഉണ്ടാവാനിടയുള്ള പ്രദേശങ്ങളുടെ ഏതൊക്കെ പ്രദേശമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതിന് തയ്യാറായിട്ടുണ്ട്. അതല്ലേ ഒരു ഭരണസമിതി മുൻകൂറായിട്ട് ഇത്രയും വാക്കുകൾ വന്നപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അതല്ലേ. അപ്പൊ ആളുകൾ പാമ്പ് കടിയേറ്റ് മരിച്ച ശേഷം ഇനി കരഞ്ഞുകൊണ്ട് വീട്ടുകൊണ്ട് പോയിട്ട് വന്നൊരു കാര്യമില്ല. നമ്മുടെ ആരുടെയും കുറ്റം ഉണ്ടല്ലോ. ഭരണപക്ഷത്തിന്റെ കുറ്റമോ പ്രതിപക്ഷത്തിന്റെ കുറ്റമോ ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റമോ പത്രക്കാരുടെ കുറ്റമോ അല്ല. പ്രകൃതിയിലുണ്ടായിട്ടുള്ള ഈ മാറ്റത്തിനനുസരിച്ച് അത് അങ്ങനെയാണല്ലോ നമ്മൾ വിലയിരുത്തുന്നത്. അങ്ങനെയാണല്ലോ അത് ശരിയെന്നുള്ളത്. വളരെ ഗുരുതരമായ പ്രശ്നമാണ്. വളരെ അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ഞാൻ നിന്നിപ്പോ തിരുവനന്തപുരം ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ളതിനെ ഞാൻ ആദ്യമുണ്ടല്ലോ ജില്ലാ കളക്ടറെ വിളിച്ച് പറഞ്ഞു. അവർ ഓരോ കൗണ്ടിങ്ങിന്റെ തിരക്കിലാണെങ്കിലും മറ്റു ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കളക്ടറോട് യോഗം ജില്ലയൊട്ടാകെ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച ശേഷം അത്യാവശ്യം പിന്നെ ഈ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും വൃത്തിയാക്കാനും പിന്നെ വേറെ ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ പ്രതിരോധ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഒരു സർക്കുലർ താഴെക്കടയിൽ സകല ഉദ്യോഗസ്ഥന്മാർക്ക് അടിയന്തരമായി ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറയാൻ വേണ്ടി ഞാൻ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവനാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പാമ്പിന്റെ ശല്യത്തിനു വേണ്ടിയുള്ള പ്രതിരോധ നടപടി എടുക്കുന്നതിന് വേണ്ടി തയ്യാറാവാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവൻ കൊണ്ട് കളിക്കുകയാണ്.